നമസ്കാരം. ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ കുട്ടികൾ ഓരോ വർഷവും കുറഞ്ഞു വരുന്നു. ഈ കാര്യം ഇതിൽ എൻ്റെ ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ കുറയാനുള്ള കാരണം വിദേശത്ത് പോയി പഠിക്കൽ മാത്രമല്ല, കുട്ടികളുടെ പോപ്പുലേഷനുള്ളൊരു കുറവ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് മൾട്ടിപ്പിളായിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ടാണ് കുട്ടികളുടെ എണ്ണം കുറയുന്നത്. അങ്ങനെ ആയിരുന്നാൽ പോലും ഒരു ടിപ്പിക്കൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മെയിൻ ചിന്ത എന്താ വെച്ചാൽ വിദേശത്ത് പോകണം, ഒരു ജോലി സമ്പാദിക്കണം, പറ്റുമെങ്കിൽ അവിടെ സെറ്റിലാവണം. ഈ ഒരു പാറ്റേണിൽ നിന്നുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ട് ഇതുവരെ കുട്ടികൾ പുറത്ത് പോയിട്ട് പഠിച്ചിരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് അവസരങ്ങൾ വന്നു. കുട്ടികൾക്ക് പുറത്ത് പോയി പഠിക്കാൻ ഉള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ പുറത്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ഇത് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷേ കാരണം ലൈഫിൽ അവർ ജോലി ചെയ്യാനും സെറ്റിലാവാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവാൻ അവർ താല്പര്യപ്പെടുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ അവരെ നിർത്താൻ പറ്റും? പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വിദേശത്തുള്ള കുട്ടികളെ എന്തുകൊണ്ട് ഇങ്ങോട്ട് ആകർഷിച്ചുകൂടാ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ജർമ്മനിയിൽ നിന്നും UK നിന്നൊക്കെ ഒരുപാട് കുട്ടികളെ നമ്മുടെ നാട്ടിൽ കൊടുന്ന് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റും, ആ രീതിയിലല്ല. പക്ഷെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ്മ, ബംഗ്ലാദേശ്, ഈവൻ പാകിസ്ഥാൻ, അതുപോലെ നമ്മൾ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന, ഏറ്റവും അധികം ഇൻറ്ററാക്ട് ചെയ്യുന്ന GCC കൺട്രീസ്, UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, ഇങ്ങനെയുള്ള GCC കൺട്രികൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റുള്ള ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാൻ, ഇറാഖ്, തുർക്കി, പാലസ്തീൻ, അതുപോലുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. പിന്നെ ഫാർ ഈസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ ഇന്തോനേഷ്യ, മൗറീഷ്യസ്, അതുപോലെ മലേഷ്യ, സിംഗപ്പൂർ, ആൾമോസ്റ്റ് ഓൾ ആഫ്രിക്കൻ കൺട്രീസ്, സുഡാൻ, താൻസാനിയ, ടുണീഷ്യ, അൾജീരിയ, ഇങ്ങനെയുള്ള വലിയൊരു സ്പേസിൽ നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും പറയും നമ്മൾ ഓരോ സ്ഥാപനങ്ങളും സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കാം, അങ്ങനെ ആക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടത്ര നമുക്ക് ആകർഷിക്കാൻ പറ്റാത്തത്? യഥാർത്ഥത്തിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഓക്കെ, ഗുഡ്. പക്ഷെ അങ്ങനെ ആയാൽ പോലും കുട്ടികൾ ഇങ്ങോട്ട് വന്നോളണമെന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് പറ്റുന്ന ഒരു കംഫർട്ട് സോണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഇൻ്റഗ്രേറ്റഡ് അല്ല. ഇത് പലപ്പോഴും ഒരു കരിക്കുലത്തിൽ തുടങ്ങുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കാര്യം ഇതിൻ്റെ ഡെലിവറി സിസ്റ്റത്തിലുള്ള പ്രശ്നമല്ല, പ്രശ്നം ആകാം ഒരു കുറയ്ക്ക്. അതേപോലെ തന്നെ ഇവാലുവേഷൻ സിസ്റ്റം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഈ ഇവാലുവേഷൻ സിസ്റ്റം നമ്മൾ സ്കിൽ ഓറിയൻറ്റഡ് ആക്കിയാൽ മാത്രമേ അധ്യാപകർക്കും ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റൂ. മാത്രമല്ല അതിൻ്റെ ഔട്ട്പുട്ടിലും കുട്ടികളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും പറയും സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും, അതിന് വേണ്ട രീതിയിൽ സിലബസ് മാറ്റിയോണ്ട് കാര്യമില്ല. സിലബസ് മാറ്റുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കൂ, ഒരു ബേസിക് മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ഒരു BBAക്കും MBAക്കൊക്കെ ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു പേപ്പർ. അതുപോലെ എൻജിനീയറിങ്ങിനാലും മെഡിസിനാലും ഇതേപോലുള്ള പേപ്പറുകളൊക്കെ കാണാം. അപ്പോൾ ഈ കോഴ്സുകൾ പഠിപ്പിക്കുമ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നതും ഇവിടെയുള്ള അതിൻ്റെ കോഴ്സിൻ്റെ കണ്ടൻറ്റ്, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ടിപ്പിക്കൽ യൂണിവേഴ്സിറ്റി ആയാലും
നമ്മുടെ IIMകളായാലും ഹാർവാർഡ് ബിസിനസ് സ്കൂളിലായാലും എവിടെയും കണ്ടൻറ്റ് ഏകദേശം സമയമാകും. പക്ഷെ പഠിപ്പിക്കുന്ന രീതിയിലും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവാലുവേഷൻ സിസ്റ്റം സ്കിൽ ഓറിയൻറ്റഡ് ആക്കുക. അങ്ങനെ വരുമ്പോഴേ കുട്ടികളും അധ്യാപകരും എപ്പോഴും ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ നല്ല ഗ്രേഡ് പോയിൻറ്റോട് കൂടി പാസ്സാവണമെന്നല്ലേ. നല്ല ഗ്രേഡ് പോയിൻറ്റോട് കൂടി പാസ്സാകുമ്പോൾ ആണെങ്കിൽ ഇവാലുവേഷൻ സിസ്റ്റം ഒരു ട്രഡീഷണൽ ഒരു പരമ്പരാഗതമായിട്ട് വേണ്ടത്ര സ്കില്ലിന് ഫോക്കസ് ചെയ്യാത്തൊരു രീതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും പിന്നെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യില്ല. അപ്പം സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കുട്ടികളെ ആകർഷിക്കാൻ പറ്റൂ. ഇതിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. നമ്മൾ പറയും ഏൺ വൈ യു ലേൺ എന്നൊക്കെ. ഇവിടെയും ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. ഒരു പ്രസ് മീറ്റ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സിലബസിൽ അങ്ങനെ എഴുതി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രിയാമ്പിളിൽ അങ്ങനെ എഴുതി വെച്ചുകൊണ്ടോ കാര്യമില്ലല്ലോ. നമുക്കവിടെ വേണ്ടത് എന്താ വെച്ചാൽ വല്ല ബേസിക്കലായിട്ടുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിക്കൊടുക്കണം. അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിക്കൊള്ളാം, അതിനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാകണം. അങ്ങനെ സാഹചര്യം എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ 9 to 4:30 ക്ലാസ്സുള്ള ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ പിന്നെ വർക്കിംഗ് അവേഴ്സ് എവിടെ കണ്ടെത്തും, എങ്ങനെ കണ്ടെത്തും? അത് അക്കാദമിക് ഫ്ലെക്സിബിൾ അവേഴ്സ് കൊടുക്കാൻ പറ്റണം. എങ്ങനെ അക്കാദമിക് ഫ്ലെക്സിബിൾ അവേഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പലപ്പോഴും വേണമെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ നമുക്കൊരു ബേസായിട്ട് എടുക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ 9 to 4:30 അല്ലെങ്കിൽ 10 to 5 എന്നൊക്കെ ആ രീതിയിലുള്ള ക്ലാസ് റൂം മാറി അത് ഒരു ലെവലിൽ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലെയറായിട്ട് ക്ലാസ് നടക്കണം. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് 7 മണിക്ക് ക്ലാസ് വേണമെങ്കിൽ അത് കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. 4:30 കുട്ടികൾ ഫ്രീ ആവുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ 2 or 3 ലെയറായിട്ട് അങ്ങനെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരിക്കൽ എനിക്ക് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊന്ന് ആ ക്യാമ്പസിലൊന്ന് ഞാൻ കണ്ടപ്പോൾ അവിടെ ഒന്ന് പോയി ആ ക്യാമ്പസ് ഒന്ന് പരിചയപ്പെട്ടപ്പോൾ അവിടെ ഒരു വർക്കിംഗ് ഡേ ഞാൻ അവിടെ എത്തി. അവിടെ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അധികം കുട്ടികളൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്ന പലപ്പോഴും വീക്കെൻഡിലൊക്കെയാണ്. അത് ക്ലാസ് ഡിസൈഡ് ചെയ്യുന്നത് കൺസേൺഡ് പ്രൊഫസറും കുട്ടികളും തമ്മിൽ അവർക്ക് കംഫർട്ടബിളായ ഒരു സമയം നോക്കി ആ സമയത്ത് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ഒരു കോഴ്സിന് ഇത്ര അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അവർ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ അത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഏത് ദിവസങ്ങളിലൊക്കെ വേണമെന്ന് അധ്യാപകനും അതേപോലെ കുട്ടികളും ചേർന്ന് സംയുക്തമായിട്ടാണ്. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഫോറിൻ കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിച്ചിട്ട് ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ഒരു റീസൺ. അതുപോലെ തന്നെ ക്വാളിറ്റിയും സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്ത് പോകുന്ന കുട്ടികൾ ഇവിടെ നിൽക്കും, കുറേ പേര് പോവില്ല. കാരണം ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു 4 years കോഴ്സോ 3 years കോഴ്സൊക്കെ കഴിഞ്ഞാലും പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേറെ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കോഴ്സുകൾ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഫൗളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സ് ചെയ്യേണ്ടി വന്നാൽ പിന്നെ ആ കോഴ്സുകൾ കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ ആയിട്ട് കുറഞ്ഞ സമയമോ പണമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ കുറച്ച് നന്നാവുമെന്ന് എൻ്റെ ഒരു ചിന്തകൾ ഞാനിവിടെ ഓഡിയൻസിനായിട്ട് ഷെയർ ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.